Hey guys, welcome back to another video. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് BMW പവർഫുള്ളും കോമ്പാക്റ്റും സ്റ്റൈലിഷുമായ M2 കോമ്പറ്റീഷൻ. ഈ എം സീരീസ് എന്ന് പറയുമ്പോൾ മോട്ടോർ സ്പോർട്ട് സീരീസ് എന്ന് പറയും BMW. അതിനകത്തിൽ M1 ഉണ്ട്, M3 ഉണ്ട്, M5 ഉണ്ട്, M6. നമ്മുടെ കൂട്ടത്തിലുള്ളതെന്ന് പറയുമ്പോൾ M2 കോമ്പറ്റീഷനാണ്. M2 കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ 2019 രജിസ്റ്റേർഡ് ആയ M2 കോമ്പറ്റീഷനാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒരു 3 ലിറ്റർ 6 സിലിണ്ടർ 4 വാൽവ് DOC എഞ്ചിനാണ് ഇതിന് വരുന്നത്. ഒരു 1972 കാലഘട്ടത്തിലാണ് BMW M സ്പോർട്ടൊക്കെ നമ്മുടെ ഫസ്റ്റ് ഈ റേസിംഗ് സബ്സിഡറി ആയിട്ട് ആദ്യം ഇറക്കുന്നത്. അപ്പം ഈ പറയുന്ന ബാക്കിയുള്ള ടീംസിനുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു M സീരീസ് വണ്ടികൾ തന്നെ വേണം. BMW ഫസ്റ്റ് പ്രോജക്റ്റ് കാർ, അതായത് BMW 3 ലിറ്റർ CSL. പക്ഷേ ഫസ്റ്റ് 1978 ഫസ്റ്റ് കാർ M1 ഇറങ്ങുന്നത്. അപ്പോൾ ഈ M2 ഇറങ്ങുന്നത് 2018 ഓർക്കണം. M2ൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു 2979cc ഇൻലൈൻ 6 സിലിണ്ടർ 4 വാൽവ് DOC എഞ്ചിനാണ് വരുന്നത്. 410 HP 510 Nm ടോർഗുമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുമ്പോൾ S55 എഞ്ചിനാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ M3-കകത്തൊക്കെ കണ്ടുവരുന്ന M3 M4-നകത്തൊക്കെ കണ്ടുവരുന്ന എഞ്ചിൻ കുറച്ച് ഡീറ്റ്യൂൺ ചെയ്തിട്ടാണ് ഈ M2-നകത്ത് വരുന്നത്. ഇതിനെ പറയുന്നത് M ട്വിൻ ടെർബോ എഞ്ചിൻസ് എന്നാണ് പറയുന്നത്. ഈ വണ്ടി പവർ ചെയ്യുന്നത് റിയർ വീൽ ഡ്രൈവാണ്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ M2 ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐക്കോണിക്കായ കിഡ്നി ഗ്രില്ല് വരുന്നുണ്ട്. ഒരു ഭയങ്കര കോമ്പാക്റ്റും ക്യൂട്ട് സൈസാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ഇവിടെ നിന്ന് ലോഗോ കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ ഹെക്സഗണൽ ഷേപ്പ് വരുന്ന ഹെഡ്ലൈൻ യൂണിറ്റ് കാണാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ M2ൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ തന്നെ കാണാം. പിന്നെ നമുക്ക് വീൽസിലേക്ക് വരുമ്പോഴത്തേക്ക് 90 ഇഞ്ച് വീൽസാണ് വരുന്നത്. ഇതിനകത്തിലും M സ്പോർട്ടിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. കാലിപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ ബ്ലൂ കാലിപ്പേഴ്സാണ് വരുന്നത്. പിന്നെ മിറേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പം മോട്ടോർ സ്പോർട്ടിൻ്റെ മിറേഴ്സും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് ബാക്കിലോട്ട് തന്നെ വരാം. എക്സോസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ മിൽടെക്കിൻ്റെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് ഇരിക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേക്ക് ഡിഫ്യൂസർ കിറ്റ് കാർബൺ ഫൈബറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ടെയിൽ ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഈസ്തറ്റിക് പഴയ രീതിയിലുള്ള ടെയിൽ ലൈറ്റ് യൂണിറ്റാണ് ഇത് വരുന്നത്. കാരണം അത് 2018 മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പുറകിലേക്ക് വരുമ്പോഴത്തേക്ക് BMW ലോഗോ. ഇത്രയൊക്കെയാണ് ബാക്ക് പോർഷനിലുള്ളത്. ഇൻസൈഡിലേക്ക് വരുമ്പം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മെമ്മറി സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഡോർ ഹാൻഡിലേക്ക് നോക്കുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്ന ഒരു ഡോർ ഹാൻഡിലും കാണാം. പിന്നെ ഹർമൻ്റെ സ്പീക്കേഴ്സാണ് വരുന്നത്. സീറ്റ്സിലേക്ക് വരുമ്പോൾ അൽക്കൻഡാറ ഫിനിഷ് തന്നെയാണ് സൈഡിൽ വരുന്നത്. ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നേരെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ ഒരു M സ്പോർട്ടിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിങ് കാണാം. പിന്നെ ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര ഷീക്കായിട്ടൊരു പാഡൽ ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ മോഡ് മാറ്റാനുള്ള M1 M2ൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബേസിക്കായിട്ട് വരുന്ന ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഇപ്പുറത്ത് വൈപ്പറിൻ്റെയും എല്ലാം കൺട്രോൾസ് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെയാണ് നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കുന്നതിൻ്റെ സ്വിച്ച് വരുന്നത്. ബോണറ്റിൻ്റെ സ്വിച്ച് ഇതാണ്. എല്ലാം 2 വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് വർക്ക് ചെയ്യുന്നത്. സൈഡിലേക്ക് വരുമ്പോൾ ഇൻറ്റീരിയേഴ്സ് കാണുമ്പം നമുക്ക് ഇപ്പോഴുള്ള BMWസിനെ പോലെ അല്ല, കുറച്ച് പഴയ BMWസിൻ്റെ എസ്തെറ്റിക് സെയിം ആണ് ഇതിൽ വരുന്നത്. ഇവിടെ നമുക്കൊരു പോപ്പപ്പ് ആയിട്ടിരിക്കുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് കാണാം. ഒരു കുട്ടി ഇൻഫർടൈൻമെൻ്റ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്. ബാക്കിയുള്ള ഇവിടുത്തെ സ്വിച്ചസൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പഴയ ഒരു ക്ലാസിക് BMWനകത്ത് വരുന്ന പോലെ തന്നെയാണ്. ട്രാൻസ്മിഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു കുട്ടി ഗിയർ നോബ് നമുക്ക് കാണാം. ഇതിൽ ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ് ഉണ്ട്. നമ്മുടെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ്, പാർക്കിങ്ങിൻ്റെ എല്ലാം സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെയാണ് ബാക്കിയുള്ള കൺട്രോൾസ് എല്ലാം വരുന്നത്. എൻഫർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ കീ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ആക്കി തന്നെ വെക്കാം. അതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു ചെറിയൊരു ഹാം റെസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്പേസ് സ്റ്റോറേജ് വരുന്നുണ്ട്. സീറ്റ്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ളൊരു ഫിനിഷ്, കാരണം ഒരു ബക്കറ്റ് സീറ്റ്സ് എന്നൊക്കെ തന്നെ പറയാം. കാരണം നമുക്കിവിടെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ, നമ്മളെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളെ അവിടെ നിന്ന് പൊതിയുന്ന രീതിയിലത്തെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിന് വരുന്നത്. ബക്കറ്റ് സീറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി അങ്ങനെയാണ് വരുന്നത്. M സ്പോർട്ട് ആകുമ്പോൾ ഒബ്വിയസ്ലി ബ്രാൻഡിങ് ആണല്ലോ അവരുടെ മേജറിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ M സ്പോർട്ടിൻ്റെ ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ M2ൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് നേരെ സീറ്റ്സിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഗിയർ നോബയിലായാലും നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു എലമെൻറ്റ് എല്ലായിടത്തും കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ സൺറൂഫും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മോഡലിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു എസ്തെറ്റിക്കലി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ലൈറ്റ്സിൻ്റെ സ്വിച്ചസ് ആയാലും ബാക്കിയുള്ള ഇൻറ്റീരിയറിൽ ഇവിടെ കുറച്ച് ഈ ഒരു
സ്വിച്ചസ് തന്നെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരുമിക്ക എല്ലാ BMW ഉള്ള ഒരു സ്വിച്ചസ് ആണ് ഈ 1 to അസൈൻ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ്. പിന്നെ നമുക്ക് ഇതിനകത്ത് മീറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് അൺലോക്ക് മീറ്ററാണ് വരുന്നത്, ഡിജിറ്റൽ അല്ല. അപ്പം നമ്മളോട് ഇന്ന് വൈഭവ് ബ്രോ ഉണ്ട്. വെൽക്കം ബ്രോ. നമ്മുടെ കാറിൻ്റെ ഓണറാണ് ബ്രോ. അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. മൈസെൽഫ് വൈഭവ്, ട്രാൻഡറാണ്. ഞാൻ ഇവിടെ ഇൻഫിനിറ്റി ടയേഴ്സ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഇവിടെ ട്രാൻഡർ തന്നെയാണ്. പ്രീ യൂസ്ഡ് സൂപ്പർ ബൈക്സ്, സൂപ്പർ കാർസും നോർമൽ ബൈക്സ് എല്ലാം ചെയ്യുന്നൊരു യൂസ്ഡ് ഷോറൂമാണ്. ഓക്കെ, അതിപ്പോൾ എത്ര നാളായിട്ടുള്ളതാണ്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഷോറൂം ഇട്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആവുന്നേ ഉള്ളൂ. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ നോർമലി എടുത്ത് ചെയ്യുമായിരുന്നു. വണ്ടി ഫ്ലാറ്റിലും എല്ലാം അപ്പാർട്ട്മെന്റിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സെയിൽ ചെയ്തുകൊണ്ട് തുടക്കമായിരുന്നു. അപ്പോൾ പ്രീമിയം സെഗ്മെന്റ് മാത്രമേ ഉള്ളൂ? അല്ല, നമുക്ക് ആക്റ്റീവ് തൊട്ട് സൂപ്പർ ബൈക്സ് സൂപ്പർ കാർസ് എല്ലാം ഉണ്ട്. റെഡി സ്റ്റോക്ക് എല്ലാം പൈസ ഒരു വണ്ടി എടുത്ത് നോക്കോളൂ. ഓക്കെ ബ്രോ, ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാറിൻ്റെ ഒക്കെ പാഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ആക്ച്വലി കാർ ഗൈ അല്ല, ബൈക്ക് ഗൈ ആണ്. അതുകൊണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ബൈക്കിൽ നിന്ന് ഇങ്ങനെ പതുക്കെ വന്നതാണ്. അപ്പോഴത്തേക്ക് സൂപ്പർ കാർസ് കണ്ടപ്പോഴത്തേക്ക് എടുത്താൽ കൊള്ളാന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഇത് പ്ലാനിലായിരുന്നു സൂപ്പർ കാർ. എനിക്കൊരു 530 വേണം, ഒരു 6 cylinder വണ്ടി വേണം, കാലെടുത്ത് അത്യാവശ്യം പോകണം, അത്യാവശ്യം ഒന്ന് കുഴപ്പമൊക്കെ കാണിക്കുന്ന വണ്ടി വേണം, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല സൗണ്ടും വേണം. ഓക്കെ, അങ്ങനെയാണ് വന്നത്. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരുന്ന ബൈക്സ് ഒക്കെ ഏതായിരുന്നു? ഞാൻ എൻ്റെ അടുത്ത് സിയേറ്ററുടെ 10R 2 മോഡൽ ഉണ്ടായിരുന്നു. JSX-R, SS-RR, V4, V4S, കുറച്ചധികം വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോരം ബൈക്കൊക്കെ ആണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പയ്യെ കാറിലോട്ട് ഇപ്പോൾ അഡാപ്റ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നമ്മുടെ M2 എത്തുന്നത്? ആക്ച്വലി ഞാൻ ലോ ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. 20 lakhs ബഡ്ജറ്റിൽ 530 എടുക്കണം, ഒരു 2015 F10 530 എടുക്കണം. ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫ്രണ്ടിന്റെ 530 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ 530 ഓടിച്ച് കഴിഞ്ഞാൽ വേണം, ആദ്യമായിട്ട് അത്ര കുറച്ചുകൂടെ പവറുള്ള വണ്ടി ഓടിക്കുന്നത് കാറിൽ. അപ്പോഴത്തേക്ക് അത് എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ 20 lakhs ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതിലോട്ട് പോയി 530 വരെ നോക്കി, പിന്നെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഇട്ട് ഒരു 30-35 ഒക്കെ വെച്ചിട്ട് നമ്മൾ VRS 230, 245 ആ റേഞ്ച് അത് സ്റ്റേറ്റ് എടുക്കാം. ഇപ്പോൾ 35 മാക്സിമം 40 അതിനുള്ളിൽ നല്ലൊരു വണ്ടി കിട്ടും. എനിക്ക് അത്യാവശ്യം മോഡ് ചെയ്തൊരു വണ്ടി വേണമെന്നുണ്ട്. എനിക്ക് എടുത്തിട്ട് മോഡ് ചെയ്യാൻ വയ്യ. വണ്ടി കിട്ടുവാണെങ്കിൽ വണ്ടി എനിക്ക് അത്രയും നല്ലതായിരുന്നു. ഇത് നോക്കി വന്നപ്പോൾ പിന്നെ അതുകൊണ്ട് കുറച്ചുകൂടി നോക്കിയല്ലോ പറഞ്ഞാൽ ടൂണ്ട് വണ്ടി എടുക്കുന്നത് നല്ല സ്റ്റോക്ക് വണ്ടി എടുത്തിട്ട് സ്ക്രാച്ച് ബിൽഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പോൾ നല്ല സ്റ്റോക്ക് വണ്ടികൾ നോക്കാൻ തുടങ്ങി. പിന്നെ അതും ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് സംഗീത ഫ്രണ്ട് C43 എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു കാർ എടുക്കണമെന്നുണ്ടായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് ആ ഒരു പുള്ളിക്കാരൻ എന്നെ എടുത്ത് ഡ്രൈവ് പോയായിരുന്നു. എനിക്ക് ഒരെണ്ണം വേണം എന്നൊരു ഇത് തോന്നി. ശരിക്കും ഇത് നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്തതിന് കൊച്ചി വണ്ടി എടുത്തതിന് 3 പോയത്. 3 പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അന്നിരണം പയ്യന്റെ എടുക്കണം എന്നൊരു ഇത് വന്നത്. പിന്നെ കൂട്ടത്തിൽ അങ്ങനെ സൂപ്പർ കാർ ഇല്ലായിരുന്നു. എല്ലാവരും സൂപ്പർ ബൈക്സ് SBK ആ ഒരു ഇതായിരുന്നു, ഫുൾ ഗ്യാങ് SBK ആയിരുന്നു. അപ്പോഴത്തേക്ക് അപ്പൊ കാറിന്റെ ഒരു ഇത് വരുന്നില്ല. എടുത്തപ്പോൾ എനിക്കൊരു ആയിരുന്നു ഒന്ന് എടുക്കണം. അന്നേരം ലൈക്ക് ആ ഒരു മാർച്ച് തുടങ്ങി ആ വണ്ടി നോക്കുന്നത്. ഡ്രോപ്പ് ചെയ്യും, പിന്നെ നോക്കും. പിന്നെ ലാസ്റ്റ് ഞാൻ VRS 240 നിന്ന് 43 വന്നപ്പോഴത്തേക്ക് എനിക്ക് പറഞ്ഞു എടുത്താൽ കൊള്ളാന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ ഒരു ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് എടുത്തുനിന്ന് കുറച്ചാളൊന്ന് ഉപയോഗിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെയാണ് പിന്നെ എടുക്കാം. അപ്പം അതൊക്കെ 245 തന്നെ നോക്കി. പിന്നെ ഡ്രോപ്പ് ചെയ്ത് കുറച്ചുകൂടെ ബഡ്ജറ്റ് റേസ് ചെയ്തു. ഒരു F10 M5 കാറാണ്. ഞാൻ F10 M5 ആ റേഞ്ച് നോക്കാന്ന് വെച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട് അഖിലേഷ് SJ എന്ന് പറയും, പുള്ളിക്കാരൻ എൻ്റെ വണ്ടി എടുത്ത് തന്നെ. SJയും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മൾ ബാംഗ്ലൂർ പോയി. ആദ്യം നോക്കിയൊരു M3 ആയിരുന്നു. M3 2018 മോഡൽ M3 ആയിരുന്നു. അത് നോക്കി കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ കിലോമീറ്റർ കൂടുതലായിരുന്നു, കുറച്ച് കാര്യങ്ങളുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ അത് കയറുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അങ്ങനെ ഫണ്ണായിട്ട് തോന്നിയില്ല. ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു തോന്നി. പിന്നെ അതിനുശേഷം നമ്മൾ GLA 45 നോക്കിയായിരുന്നു. ഞാൻ കയറിയിൽ വെച്ചാൽ എനിക്ക് ആ 2 വണ്ടിയാണ് കുറച്ച് ഫണ്ണായിട്ടും ഒന്നും ഒരു ആഗ്രഹത്തോടെ തോന്നിയ വണ്ടികൾ. GLA 45 അത് സ്റ്റേജ് 2 ഉണ്ടായിരുന്നു, ബ്ലോ വാൽവ് എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 5 ഫ്രണ്ട്സും കൂടെ പോയ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 3 ബാക്കി ഇരിക്കുക, അവർ 2 ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു. ഇവർ ഓടിക്കുമ്പോഴത്തേക്ക് ആ ബ്ലോ ഫാലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ഞാൻ ചിരിയായിരുന്നു ബാക്കിൽ. ഇത് ആക്സിഡന്റ് കൊടുക്കും, ഞാൻ ബാക്കിൽ നിന്ന് ചിരിക്കും. ആ ഒരു ഫൺ ആ ഒരു ഇത് എനിക്ക് തോന്നി. പിന്നെ അത് നോക്കി ഇപ്പോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് റേസ് ചെയ്യാന്ന് വെച്ചു. എന്തായാലും എടുക്കല്ലോ അങ്ങനെ F10 M5 ഒരെണ്ണം ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ പോയി. നോക്കിയാൽ കൊച്ചിയിലാണ്. കൊച്ചി തിരിച്ച് ബാംഗ്ലൂർ പോയി F10 M5 ഫസ്റ്റ് അതൊരു ടൂണ്ടായിരുന്നു, സ്റ്റേജ് 2 ടൂണ്ട് വണ്ടിയായിരുന്നു. ഓൾമോസ്റ്റ് 700 bhp ഉണ്ടായിരുന്നു. അത് കയറിയിരുന്ന് എൻ്റെ ഓണർ തന്നെ ഓടിച്ചത്. ആദ്യം ചോദിച്ചാൽ പുള്ളിക്കാരൻ പതുക്കേക്ക് എനിക്ക് ഓടിക്കുന്നത് കസ്റ്റമർ ഒന്നും കാണിക്കുന്നില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് എടുപ്പെടുത്തു. അതോടെ എന്നെ കിളിയൊക്കെ പോയി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബാക്കി ഇരിക്കുകയും
ലിറ്ററലി കിളി പോയി. ആ GLA 45 തോന്നിയ ആ ഫണ്ട് എനിക്ക് പിന്നെ ആ വണ്ടിയില്ല തോന്നി. സ്വിച്ച് ആയപ്പോഴത്തേക്ക് ഭയങ്കര ഫണ്ണായിരുന്നു, ഓവർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി ചിരിയായിരുന്നു. പക്ഷേ എടുത്തി ഫുള്ള് പൊളി. സർവീസോട് കയറി പറഞ്ഞു ഇത് ഇതിന്റെ കംഫർട്ട് മോഡായിരുന്നു, ഇനി സ്പോർട്സ് പ്ലസ് മോഡുണ്ട്. കിളി പോയപ്പോഴത്തേക്ക് ഓക്കെ ഇത് മതി, ഉറപ്പിച്ച് ഇങ്ങനെ നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി എടുത്ത് കുറച്ചൊന്ന് കോസ്മെറ്റിക് വൈസ് ചെയ്യണം, അവിടെ കുറച്ച് സ്ക്രാച്ച് വൈസ് ഒന്ന് ചെയ്യണം. അത് 2012-11 മോഡലാണ്, സ്റ്റേജ് 2 FI എക്സോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് വന്നു. ഓക്കെ, പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കാശ് എടുത്ത് തന്നൊരു സാധനമാണ്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അത് എൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. അപ്പോൾ എടുത്ത് വന്ന് പിന്നെ അത് പെയിന്റ് ചെയ്യാനൊക്കെ കയറ്റി കുറച്ച് ടൈം എടുക്കും. കളർ മാറ്റണമെന്നുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെല്ലാം വൈറ്റാ, അപ്പോൾ എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വേറെ കളർ വേണമെന്നൊരു ആഗ്രഹമാണ്. പിന്നെ ടൈം എടുക്കും, എങ്ങനെയാലും 1 month എടുക്കും ഫുൾ ബോഡി പെയിന്റ് ചെയ്ത്. എനിക്ക് ക്ഷമയില്ല. അങ്ങനെ ഒരിക്കലിരിക്കുമ്പോഴത്തേക്ക് ഞാനും എൻ്റെ അഖിലേഷ് ഫ്രണ്ടും പിന്നെ അഖിലേഷ് ഫ്രണ്ട് ആകാശ് അവിടെ വന്ന് പറഞ്ഞു, നമ്മള് കഫേ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഫ്രണ്ട് വരുന്നുണ്ട്, ഈ വണ്ടി M2 വരുന്നു. അന്നേരം M2 എന്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു വണ്ടിയാണ്, ലിസ്റ്റിലില്ല, ആലോചിച്ചിട്ടില്ല ഇങ്ങനെ വണ്ടീനെ പറ്റി. ഒരു വണ്ടി വന്നു നോക്കി സൈലന്റായിട്ട് ഒന്ന് നിർത്തി, ശബ്ദമൊന്നും ഇല്ലായിരുന്നു, പതുക്കെ ഒന്ന് നിർത്തി. കൊള്ളാം, നല്ല വണ്ടി, 2 door ആണ്. അപ്പോൾ എനിക്കത് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചോദിച്ചാ നീ M2 എടുക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോന്ന് വെച്ചാൽ ഈ വണ്ടി തന്നെ വന്നു കഫേ ഇരിക്കുന്നത്. ഓക്കെ നോക്കാം, ഇതൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്, മാറിയിട്ടില്ല. പക്ഷെ അതിന് മുന്നേ കൂപ്പേ ഡിസൈൻസ് ഒക്കെ ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് വണ്ടി C43 ആണ്. C43 ഇപ്പോഴാണ് എന്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ആ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. എടുക്കുമ്പോൾ 2 door, ഓൾറെഡി 4 door ഉണ്ട്. 2 door വേണമെന്നൊരു ഇതുണ്ട്. പക്ഷെ ആ M5 ഓടിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ഫണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുക, ഏത് വണ്ടി കയറിയിട്ട് എനിക്ക് ആ ഒരു രസം വരുന്നില്ല. അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകാന്ന് പറഞ്ഞു. ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു വന്നു. എടാ നീ നോക്ക്, ഞാൻ ഓടിച്ചു. എന്നിട്ട് എനിക്ക് ആ M5 ഫണ്ട് വന്നില്ല, ട്രാഫിക്കിലാ പോയി, കാലൊന്നും കൊടുത്തില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി റൂമിൽ പോയി. നമ്മൾ 3 ഫ്രണ്ട്സും കൂടെ ഇരുന്ന് ഇങ്ങനെ പറയണം, ഏതെല്ലാം ഒന്ന് ഉറപ്പിച്ചിട്ട് നാട്ടിൽ പോയാൽ അതിയായിട്ട് ഇതിലായി. ഓക്കെ, അപ്പൊ ഞാൻ കൺഫ്യൂഷനായി. അവിടേക്ക് ഒരു R8 വന്നു, എങ്ങൊന്നും ഇല്ല, ഒരു R8 വന്നു. ഇത് അതിലോട്ട് പോയി. പിന്നെ പാർസലബിലിറ്റിക്ക് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് ഇതിലോട്ട് വന്നു. പിന്നെ ഇതിലെ മെയിൻ അട്രാക്ഷൻ ലോഡോ ആയിരുന്നു. ഇത് 13,000 ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഓൾമോസ്റ്റ് 10 to 13 hour റേഞ്ച് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് എന്തൊക്കെ പോസിറ്റീവ് സൈഡ്സ് ആണ് ഇതൊക്കെ കണ്ടത്? ഇതിൽ ഞാൻ കണ്ടെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം സൗണ്ട് വേണമെന്നുണ്ടായിരുന്നു, അപ്പൊ എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എടുത്തിട്ട് എക്സോസ്റ്റ് വാങ്ങാൻ വയ്യ എനിക്ക്. സിസ്റ്റം മിൽടെക് ഉണ്ടായിരുന്നു. അപ്പോൾ എക്സോസ്റ്റ് ഉണ്ട്, അത്യാവശ്യം പൊട്ടലും ചീറ്റിലും ഉണ്ട്. പിന്നെ CSFന്റെ ടോപ്പ് എയർ കൂളർ ഉണ്ട്, അത് ഓൾറെഡി പുള്ളിക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റോട്ടേഴ്സും പാഡ്സും അപ്ഗ്രേഡ് ആണ്. ഓക്കെ, പിന്നെ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ സിംഗിൾ ഓണർ വണ്ടി, ലോഡോ ആണ്. നല്ലപ്പോഴും വീക്കെൻഡ്സ് എടുത്തോണ്ട് ഇറങ്ങത്തേ ഉള്ളൂ. നോക്കിയപ്പോൾ കുഴപ്പമില്ല. എന്നാലും പക്ഷെ എനിക്ക് ആ M5 ഫണ്ട് വന്നിട്ടില്ല ഇതുവരെ. അന്നേരം കുറച്ച് ഓടിച്ചോളൂ, ജസ്റ്റ് അങ്ങനെ കാല് കൊടുത്തൊന്നുമില്ല. ഒന്നുകൂടെ നീ ഒന്ന് കയറി കാലെടുത്ത് നോക്ക്, കൈ നിൽക്കൂല, ആ രീതിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, നമ്മൾ 1 വർഷം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. നെക്സ്റ്റ് ഡേ അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുള്ളിൽ വേറെ വണ്ടികൾ വരുന്നുണ്ട്. M3 വന്നു, C63 വന്നു. C63 പിന്നെ മുംബൈയിലായിരുന്നു വണ്ടി, അതും പിന്നെ കിലോമീറ്റർ 30+ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓക്കെ വേണോ വേണ്ടേ എന്നുള്ള ഇതിലായി. പക്ഷേ V8 ബൈ ടർബോ കേട്ടപ്പോഴത്തേക്ക് ആർക്കായാലും ഒരു ഇത്. പക്ഷെ എനിക്കിനി വീണ്ടും ക്ഷമയില്ല, വണ്ടി നോക്കി അത് കൊള്ളൂലേക്ക് പിന്നെ തിരിച്ചു വരണം, എനിക്ക് ക്ഷമയില്ല. അപ്പൊ അത് കളഞ്ഞു. M3 വേറൊന്നും വന്നു, അത് പിന്നെ വേറെ പോയി നോക്കണം. RS5 സ്റ്റേജ് 3+ ഒന്നും ഉണ്ടായിരുന്നു ചെന്നൈയിൽ. ഞാൻ പിന്നെ ചെന്നൈ പോകണം, അതിന് ഉള്ളിൽ വീണ്ടും തിരിച്ചു വരണം, ക്ഷമയില്ല. ഈ കാശ് എന്തെങ്കിലും കൊടുക്കണം, വരണം. പിന്നെ ഓക്കെ M2 ഓടിക്കാൻ പുള്ളിക്കാരൻ വന്ന അടുത്ത ദിവസം ഹൈവേ കയറ്റി എൻ്റെ അടുത്ത് ഓടിച്ചോളാൻ പറഞ്ഞു. അന്നേരം പുള്ളിക്കാരൻ ഫസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഫുള്ള് ത്രോട്ടിൽ ചെയ്യാൻ പറഞ്ഞു. ത്രോട്ടിൽ ചെയ്തപ്പോഴത്തേക്ക് വന്നു. അപ്പോൾ സ്പോർട്സ് പ്ലസ് ആകുമ്പോഴത്തേക്ക് അൾട്രോണിക്ക് ഓണാവും. സ്പോർട്സ് പ്ലസ് ഇട്ട് കാലെടുത്തു, മനസ്സിലായി. പവർ ആ ഒരു ഫൺ വന്നു തുടങ്ങി. എനിക്ക് വെച്ചാൽ ഇങ്ങനെ അൺകൺട്രോളബിൾ പവർ ആണെന്നുള്ള ഇതുണ്ട്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവർ ആണെങ്കിൽ ഡെയിലി എടുത്തോണെങ്കിൽ ഫണ്ടില്ല. അൺകൺട്രോളബിൾ പതുക്കെ പഠിച്ച് എനിക്ക് പഠിച്ചപ്പോൾ ഓക്കെ മതി എന്നുള്ളൊരു ഇതായി. അങ്ങനെ പുള്ളി കുറച്ച് ഹൈവിലായിട്ട് ഓടിച്ചു എല്ലാം ഓക്കെ ആയി. അങ്ങനെയാണ് പിന്നെ ബാക്കി സംസാരിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത്. ബ്രോ, വണ്ടി കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്? ഓൾമോസ്റ്റ് 4,000 4,000. അതിനകത്ത് ലോങ് ഡ്രൈവും കൂടെ ചേർത്തിട്ടല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഒരു M2 ഓണർ എന്ന നിലയ്ക്ക് ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ്? ഞാൻ വണ്ടി വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബാംഗ്ലൂർ എത്തിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് വരെ ചെയ്ത്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി ടു ട്രിവാൻഡ്രം.
അപ്പോൾ വണ്ടി എടുത്ത് എനിക്ക് ഫസ്റ്റ് കയ്യിലാണല്ലോ ഉണ്ടായിരുന്നു, എങ്ങനെയാണെന്നൊരു ഇതില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് തുടങ്ങി നൈറ്റ് ഇറങ്ങി. നമ്മൾ നൈറ്റ് ഒരു 1 ഒക്കെ ആകുമ്പോൾ 1, 2 ഒക്കെ ആയപ്പോൾ ഇറങ്ങി ആദ്യം ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഞാനൊരു മെർസിഡീസ് യൂസറാണ്. അപ്പോൾ അതിൻ്റെ കംഫർട്ടും ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കയറിയിരിക്കുമ്പോൾ തൈ സപ്പോർട്ട് എൻ്റെ തൈക്ക് അവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പിടുത്തമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലോങ് അത്ര വലിയ സുഖമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് ഓടിച്ചോടിച്ച് അത്യാവശ്യം കയ്യിലായെന്ന് തോന്നുമ്പോൾ കാലെടുക്കാൻ തോന്നി. തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കംഫർട്ടൊന്നും പോട്ടെ, കംഫർട്ട് പിന്നെ പവർ മതി ആ ഒരു ഇതിലോട്ടായി. അങ്ങനെ പതുക്കെ അത്യാവശ്യം പൊളിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ആ കംഫർട്ട് എന്ന ഫാക്ടറി പോയി. എനിക്ക് പവർ മതി, പൊളിക്കണം ആ ഒരു ഇതായി. പിന്നെ റെയർ വെള്ളം കൂടെ ആയതുകൊണ്ട് ഫണ്ണുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഫണ്ണുണ്ടായിരുന്നു. എനിക്ക് ഓടിപ്പിൽ ഭയങ്കര വെട്ടിക്കുണ്ട്. എൻ്റെ കൂടെ ഇരുന്ന അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റൂല, ഞാൻ വെട്ടിയിട്ടും കുട്ടിയിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കട്ടിയിൽ അങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വണ്ടി കയ്യിൽ നിന്ന് പോയി സൈഡിലോട്ടങ്ങ് പോയി. പക്ഷെ കയ്യിലോട്ട് വന്നു. പിന്നെ അതോടെ പതുക്കെ പയ്യെ അഡാപ്റ്റ് ചെയ്തിട്ട് വന്നു. ഓക്കെ. അപ്പം ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തേക്ക് ഫണ്ണുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇല്ല, നമുക്ക് ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് തന്നെയാണ്. സ്റ്റെബിലിറ്റിയുടെ കാര്യങ്ങളോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ട്? ആക്ച്വലി റെയർ വീൽ ഡ്രൈവ് ആണ്, അതിൻ്റെതായ പോരായ്മകളുണ്ട്, അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോഴത്തേക്ക് കോൺട്രൈനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ സസ്പെൻഷൻ നല്ല സ്റ്റിഫായിരിക്കും. സസ്പെൻഷൻ സ്റ്റോക്ക് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി സസ്പെൻഷനാണ്. ഞാൻ സസ്പെൻഷൻ എടുത്തിട്ട് മാറ്റേണ്ടി ആ ഒരു ഇതൊക്കെ വരുമെന്ന് വിചാരിച്ചു. കുറേ യൂസേഴ്സ് ഇങ്ങനെ M2-ൻ്റെ ഒക്കെ M3-യുടെ ഒക്കെ സസ്പെൻഷൻ മാറ്റുന്നതായിട്ട് കണ്ടു. പക്ഷേ എന്താണ് ഇത് മാറ്റുന്ന ഐഡിയ ഇല്ല, നമ്മൾ യൂസ് ചെയ്ത ഐഡിയ ഇല്ല. പക്ഷേ നല്ല സ്റ്റിഫാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു പോലെ ഫോർമാറ്റിക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരിതുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട് C43 അത് ഫോർമാറ്റിക് ആണ്, ലൈക്ക് വരച്ച വരെ പോകും സാധനം. അപ്പോൾ ആ ഒരു ഇതിലുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നതുണ്ടായിരുന്നു. റെയർ വീൽ ഡ്രൈവ് ഫണ്ണാണ്, പക്ഷെ ഫോർമാറ്റിക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസും വന്നേനെ. കുറച്ചുകൂടെ ഒരു ഇത് കോൺട്രിങ്ങും മൊത്തത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ആയി. എങ്ങനെയുണ്ട് സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക്? സാധാരണ നോർമലി ഉള്ളതിനെക്കാട്ടിലും കുറച്ച് സ്റ്റിഫർ ആണോ? നല്ല സ്റ്റിഫറാണ്. ഇതിൽ സ്റ്റിയറിംഗ് തന്നെ നമുക്ക് കംഫർട്ട്, സ്പോട്ട് പ്ലസ് എന്നുള്ളതുണ്ട്. കംഫർട്ട് നമുക്ക് നോർമലി ഇതുണ്ട്, അത്രയ്ക്ക് ഇതല്ല, എന്നാലും കുറച്ച് സ്റ്റിഫാണ്. ഫസ്റ്റ് നമുക്ക് കറക്റ്റ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കായാലും അത്യാവശ്യം വെട്ടിക്കലൊക്കെ ആയാലും അപ്പൊ ഇതിന്റെ ഇപ്പം എങ്ങനെയാണ് ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ? ഇത് ബേസിക്കലി ഇനിയിപ്പം എന്തെങ്കിലും മോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി കാർബൺ ഫൈബർ ഭയങ്കര പ്രാന്താണ്. എന്റെ ബൈക്കിൽ കാർബൺ ഫൈബർ ഭയങ്കര കയറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏതുകൊണ്ടിട്ടും കാർബൺ ഫൈബർ കയറ്റണമെന്നൊരു ആഗ്രഹമുണ്ട്. കൂടുതലും മെജോറിറ്റി ഓഫ് പാർട്സ് കാർബൺ ഫൈബറും പിന്നെ പെർഫോമൻസ്. എനിക്ക് ലുക്കില് കാർബൺ ഫൈബർ ആയിട്ടെന്ന് എനിക്ക് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. എന്തോ കാർബൺ ഫൈബർ ഇഷ്ടമാണ്, ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പെർഫോമൻസ് വൈസ് ചെയ്യണമെന്നുണ്ട്. ബ്ലോ ഓഫ് ആൽബം സ്റ്റേജ് 2 ചെയ്യണമെന്നുണ്ട്. പിന്നെ അത് ഈ പവർ ഉപയോഗിച്ച് മടുക്കുമ്പോഴത്തേക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തേക്ക് നമ്മുടെ ഒരു M2 കോമ്പറ്റീഷനാണ് കയ്യിരിക്കുന്നത്. അപ്പം ട്രാക്കിലൊക്കെ പോകാൻ താല്പര്യമുണ്ടോ? ട്രാക്കിൽ പോകണമെന്നുണ്ട് എനിക്ക്. കമ്മിങ് ചാനലില് ട്രാക്ക് ഡേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ട്രാക്കിലെന്ന് അറിയത്തില്ല. കോൺട്രിങ് എല്ലാം കൂടെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വണ്ടി എടുത്ത ട്രാക്കിൽ പോകണം എന്നുള്ളത് അത്യാവശ്യം ഒരു എന്തൂസിയാസ്റ്റ് ഉള്ള ഒരു ആഗ്രഹമാണ്. ഇവിടെ കരിയില് ഈ ഒരു കമ്മിങ് ചാനലുണ്ട്. പോയാൽ കൊള്ളാമെന്നുണ്ട്. ടൈം കിട്ടുന്നെങ്കിൽ പോകണം, പോയിട്ട് വേണം ബാക്കി എങ്ങനെയാണെന്ന് അറിയാം. ഫുൾ പൊട്ടൻഷ്യൽ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, ഇത് തന്നെ പോകണം. ചെറിയ ട്രാക്കാണ്, അതിലെങ്ങനെ ഉണ്ടെന്ന് നോക്കണം. ഹോപ്പ്ഫുള്ളി ബുദ്ധിയിലെല്ലാം പോവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നല്ല എക്സ്പീരിയൻസ്, ഫുൾ പൊട്ടൻഷ്യൽ അത്യാവശ്യം എടുക്കാൻ. ബ്രോ ആർക്കൊക്കെ ആയിരിക്കും ഈ കാർ റെക്കമെൻഡ് ചെയ്യുന്നത്? ഒരു സ്റ്റാർട്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ്? ആക്ച്വലി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഞാൻ ഒരു ബിഗിനറാണ്. നമ്മുടെ കയ്യിലാണ് സംഭവം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാരുതി 800 ഓടിച്ചാലും ഒരു E-ക്ലാസ് ഓടിച്ചാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏതൊരു പവറായാലും കയ്യിൽ നിൽക്കാം. നമ്മൾ കാല് കൊടുക്കുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് ഇരിക്കും. നേരെ അതിന് കയറി ഫുൾ തോട്ടിൽ ചെയ്ത വണ്ടി കയ്യിൽ നിൽക്കണമെന്നില്ല. ആണ് ഞാനല്ലേ, എനിക്ക് പറ്റിയ അബദ്ധതാണ്. ഫുൾ തോട്ടിൽ വണ്ടി റെയിൽവേ ഡ്രൈവും കൂടെ ആയതുകൊണ്ട് സൈഡിലോട്ട് പോകും. ഇത്രയൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും അത്യാവശ്യം തോട്ടിൽ ചെയ്യുമ്പോൾ ഒരു സൈഡിലോട്ട് ഇത് വരും. റെയിൽവേ ഡ്രൈവ് ആയതുകൊണ്ട് ട്രാക്ഷൻ കിട്ടാതെ എങ്ങനെയായാലും പോകും വണ്ടി. പ്രത്യേക ബിഗിനർ ഫ്രണ്ട്ലിയാണെന്ന് വെച്ചാൽ ആണെന്ന് വല്ലതും പറയാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ മനസ്സിലാവും, ഓരോ ഡ്രൈവേഴ്സിന്റെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ത്രോട്ടിൽ കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. അതിനെ കയറി ചാടി കയറി ഫുൾ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കൈ നോക്കും, പിന്നെ ഭയങ്കര പണിയായിരിക്കും. അതൊക്കെ പയ്യെ തിന്നാൽ സംഭവം തന്നെയാണ്. അപ്പൊ ഒരു ബിഗിനർ എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നോക്കി കണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡണ്ണാണ്. ബിഗിനർ ഫ്രണ്ട്ലി അല്ല, പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. പലവർക്കും പല ഗ്രാഫിക് സ്കിൽസ് ആയിരുമല്ലോ, അവരിതനുസരിച്ചിരിക്കും. ആർക്ക് വേണമെങ്കിലും ഓടിക്കാം, പക്ഷെ ചിലപ്പോൾ വണ്ടി ട്രാക്ഷൻ കിട്ടാൻ സൈഡിലോട്ട് പോകും. ആക്ച്വലി ഇതിന്റെ ഒരു റെയിൽവേ ഡ്രൈവ് കൊണ്ട് ഇത്രയും പവർ കൊടുക്കുന്നതാണ്.
എനിക്കെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ വണ്ടിക്കൊന്നും പറ്റില്ല. ഇതിൻ്റെ പാർട്സ് കൊണ്ട് ഭയങ്കര ടൈമായിരിക്കും. ആയാലും കാറായാലും പാർട്സ് അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. നമ്മൾ വരുമ്പോൾ ഇതേപോലെ സംസാരിച്ചായിരുന്നു BM-ന്റെ കാര്യത്തിൽ. അത് അപ്പോൾ പാർട്സ് അവൈലബിലിറ്റി ആണ് നല്ല മോശമാണ്. എങ്ങനെയുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് സപ്പോർട്ട്? അങ്ങനെയെങ്കിലും BMW കാറിന്റെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ചില എനിക്കറിയുന്ന ഒരു ഫ്രണ്ടാണ് മാനേജർ, അപ്പോൾ അത്യാവശ്യം പുള്ളിക്ക് നല്ല സപ്പോർട്ടുണ്ട്. സജീദ് നിങ്ങൾ പറഞ്ഞ എന്നിട്ട് നല്ല സപ്പോർട്ടാണ്. പിന്നെ പാർട്സുകളുടെയും വലിയ മോശമില്ലാത്തതുണ്ടെന്ന് തോന്നുന്നു കാറിന്. കമ്മിങ് ഇയേഴ്സിലാണ് നമ്മൾ അറിയാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഒരു ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ആയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു യൂസർ റിവ്യൂ ആക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് ഇത്ര നാളിൽ എങ്ങനെയുണ്ട് ഫൺ ടു ഡ്രൈവ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ക്ലാസിക് പഴയ സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും. അപ്പം എന്തൊക്കെയാണ് ഇതിലെ മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? ആക്ച്വലി ഇന്റീരിയേഴ്സ് നോക്കുന്നെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ബേസിക് കാര്യങ്ങളും ബേസിക് നീഡ്സ് ഒക്കെ ഉള്ളൂ. കണ്ടത് തന്നെ ലൈക്ക് അവരുടെ ഓൾഡ് ക്ലാസിക് കാർസിനകത്ത് വരുന്ന പോലെ തന്നെയാണ്. അതിലാണ് എനിക്ക് ഇതില് പോരായ്മയായിട്ട് തോന്നിയത് ഇന്റീരിയർ ആണ്. പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ട് എടുത്തു പോയി, അതിന് ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ളതിന്റെ ഇൻഫർടൈൻമെന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഇതായിരിക്കും. എല്ലാം യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, ഇപ്പോഴത്തെ വണ്ടികളെല്ലാം യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീച്ചേഴ്സ് ഇല്ല. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് സിസ്റ്റം കൊള്ളാം. ഹർമൻ നല്ല ഇഷ്ടപ്പെട്ടത്. ബാക്കി ഇതിൽ ബേസിക് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് പറയത്തക്ക വിധം ഫീച്ചറോ അല്ലെങ്കിൽ പറയത്തക്ക വിധം എന്തെങ്കിലും ബിറ്റോ ഒന്നും ഇല്ല. ഇതിൽ എല്ലാം ബേസിക് നീഡ്സ് ആണ്. ഒരു മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ്. കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് നമുക്ക് ട്രാക്ഷൻ ഓഫിന്റെ ബട്ടൺ ഉണ്ട് സ്റ്റോക്കില്. പിന്നെ ഇതാണ് നമ്മുടെ മോഡ് ചേഞ്ചിങ്. എഫിഷ്യന്റ്, സ്പോർട്ട് പ്ലസ് 3 മോഡ്സ് ആണ് വരുന്നത്. ഇത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ കംഫർട്ട്, സ്പോർട്ട് പ്ലസ്. ഇത് നമ്മുടെ ഗിയർ ഏഷ്യന്റെ ആണ്. അപ്പം എല്ലാം ക്ലീൻ ആയിട്ടും പ്രിസൈസ് ആയിട്ടും കുറച്ച് ബട്ടൺസ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ബട്ടൺസും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് മീറ്ററിലേക്ക് വരുമ്പോൾ അനലോഗ് ആണല്ലേ? അനലോഗ് മീറ്റർ ആണ്. ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കിലോമീറ്റർ പിന്നെ വേണ്ട കാര്യങ്ങൾ മാത്രമല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലാഷ് ആയിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. എല്ലാം ബേസിക്. ഇന്റീരിയർ വരുമ്പോഴത്തേക്ക് ബേസിക് ആണ്. മിക്കത് മാനുവലാണ് കാര്യങ്ങളെല്ലാം. പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല പറയാനായിട്ട്. അപ്പോൾ സ്റ്റിയറിംഗ്സിലേക്ക് വരുമ്പോൾ കൺട്രോൾസ് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? സ്റ്റിയറിംഗിൽ നമുക്ക് ഇതാണ് നമ്മുടെ M1 M2. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഓരോ ഓപ്ഷൻസ്. ഇപ്പോൾ ഞാൻ M1 നോർമൽ സ്പോട്ട് ഇതാക്കിയിട്ടുണ്ട്. M2 വാൽവ് ഓപ്പണിംഗ് വെച്ച്. സ്പോർട്ട് പ്ലസ് ഇടുമ്പോൾ വാൽവ് ഓപ്പൺ ആവും. എഫിഷ്യനിലും സ്പോർട്ടിലെല്ലാം വാൽവ് ഓഫ് ആയിരിക്കും. സ്പോർട്ട് പ്ലസ് ഇടുമ്പോഴത്തേക്കും വാൽവ് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ M2 ഫുൾ പവർ ഇട്ടിട്ടുണ്ട്. M2 ഇടുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് കുറച്ച് ഇത് കിട്ടുമല്ലോ, ആ ഒരു സന്തോഷം. എനിക്ക് പുതിയ M2 ഇന്റീരിയർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫീച്ചേഴ്സ് ആയാലും സ്ക്രീൻ ആയാലും ഭയങ്കര എനിക്ക് കുറച്ചുകൂടെ പുതിയ ടെക്നോളജി ആ ഒരു ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ എനിക്ക് പുതിയതിന്റെ സ്റ്റിയറിംഗ് ആയാലും ഓരോ ബട്ടൺസ് ആയാലും പുതിയ M2 കറക്റ്റ് റെഡ് കളർ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് M1 M2 ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും അറിയത്തില്ല, ചെക്ക് ചെയ്യണം. അതാണ് കൗണ്ടർ സ്റ്റിയർ ചെയ്യണം. അതെ, കൗണ്ടർ സ്റ്റിയർ ചെയ്യണം. നമ്മൾ ചെറുതായിട്ട് പുഷ് ചെയ്യുന്ന കണ്ടത് ക്ലോസ് റോഡ്സിലായിരുന്നു. ക്ലിയർ ആണോ വണ്ടി? യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട്? ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അടി അങ്ങനെ വലിയ സീനില്ല. അവിടുത്തെ സർവീസ് റോഡിലൊക്കെ ഹമ്പൊക്കെ നോക്കിയപ്പോൾ അതൊക്കെ ചരിച്ചിറക്കാവുന്ന കേസേ ഉള്ളൂ. ഓക്കെ. നോർമൽ ചെറിയ ചെറിയ ഹമ്പൊക്കെയാണ് ഇതിലൊക്കെ കയറി ഇറങ്ങിപ്പോവും. കുഴപ്പങ്ങളൊന്നുമില്ല. ഇരിക്കുന്നെങ്കിൽ ചരിച്ചിറങ്ങണം. അത്യാവശ്യം വലിയ ഹമ്പാണ് ചരിച്ചിറക്കിയാൽ മതി. ഓക്കെ. സിക്കാവേണ്ട കാര്യമില്ല ഇതിൽ. ഓക്കെ. അങ്ങനെ അത്രയും പാനിക് സിറ്റുവേഷൻസ് ഒന്നും വരുന്നില്ല. ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയാണ് ആക്ച്വലി. ചെറിയ വണ്ടി, കുട്ടി വണ്ടിയാണ്. എല്ലായിടത്തും പാർക്ക് ചെയ്യാം. നീളമില്ല. ഡെയിലി യൂസിന് പറ്റിയാണ്. ട്രാഫിക്കിലാണെങ്കിലും എടുത്തോണ്ട് പോകാൻ വലിയ സീനൊന്നുമില്ല. വലിപ്പമില്ല. ചെറിയ വണ്ടിയുണ്ട്. എവിടെ വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം. ഒരു 5 സീരീസ് ഒന്നും നടക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല. ഒരു ചെറിയൊരു 1 സീരീസ് ആ ഒരു വൈബാണ് ഇത് ആക്ച്വലി. നമ്മൾ ഇങ്ങനത്തെ വണ്ടികളുടെ ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമാണ്. പക്ഷേ ഓഡിയൻസിന് വേണ്ടി മൈലേജ് ഫാക്ടേഴ്സിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാലെടുത്ത് പോകുന്നെങ്കിൽ നമുക്ക് മൈലേജ് സംഭവം നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. ആക്ച്വലി ഇതുകൊണ്ടിട്ട് ഞാൻ മൈലേജ് നോക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇതിലിപ്പോ മൈലേജ് മാറി, എന്റെ സ്വഭാവം മാറി. നോക്കിയിട്ടും കാര്യമില്ല. എനിക്ക് ഇതില്ല. ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത ടൈമില്
ഡിസ്പ്ലേ കാണിച്ചത് 2.8 ആണ്. ഓക്കെ. അതിനുശേഷം പിന്നെ ലോങ് റണ്ണിൽ ഞാനല്ലേ ബാംഗ്ലൂർ ടു കൊച്ചി എനിക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നോർമൽ ഒരു ക്രൂസ് ചെയ്ത് പോകുന്നെങ്കിൽ ഒരു 100, 110 അങ്ങനെയൊക്കെ പിടിച്ച് പോകുന്നെങ്കിൽ അത്യാവശ്യം എനിക്ക് 7, 8, 9 കിട്ടും നമുക്ക്. അത് നോർമൽ, അത് കാല് കൊടുക്കുക പതുക്കെ ചുമ്മാ ക്രൂസ് ചെയ്ത് പോകുന്നത് നമുക്ക് അത്രയും കിട്ടും. ആണെങ്കിൽ ഡിസ്പ്ലേ കാണിച്ചുള്ളൂ, ഞാൻ കറക്റ്റ് ഇതാക്കിയിട്ട്. അല്ലാതെ ഞാനല്ലേ കാല് കൊടുത്ത് അത്യാവശ്യം ഇപ്പോൾ എഫിഷ്യനിലായാലും ഫുൾ പവറിലായാലും സ്പോർട്സ് ബസ്സിലായാലും കാലെടുത്ത് പോകുന്നെങ്കിൽ നമുക്ക് മൈലേജ് ഇല്ല. സ്വാഭാവികമാണ്. പിന്നെ നമുക്ക് ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഇപ്പൊ കാണുന്ന ഓഡിയൻസിനും കാണുമല്ലോ, അത്യാവശ്യം നോക്കുന്ന ഒരാളെ ആരായാലും മൈലേജ് നോക്കും. സംഭവമുണ്ട്. എനിക്ക് എപ്പോഴും ഇതിപ്പോ ഇന്നലെ ഞാൻ ഫുൾ ടാങ്ക് അടിച്ച് ഇന്നലെ അത്യാവശ്യം ഓടി. ലോങ് ഒന്നും പോയില്ല, ട്രിവാൻഡ്രത്തിനകത്ത് നിന്ന് കിടന്ന് ഓടിയാണ്. തിരിച്ച് വീട്ടിൽ പോയി. എൻ്റെ അമ്മയുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 30 കിലോമീറ്റേഴ്സ് അപ്പുറം. പക്ഷെ വീട്ടിൽ പോയി തിരിച്ച് 30 കിലോമീറ്റേഴ്സ് ഓടിയപ്പോഴത്തേക്ക് എനിക്ക് റിസർവ് ആയി. ഓൾമോസ്റ്റ് ചെറിയ ടാങ്കും കൂടെയാണത്. 55 ലിറ്റേഴ്സ് എന്തോ ഉള്ളൂ ടാങ്ക് കപ്പാസിറ്റി. അതില് 95 ആണ് അടിക്കുന്നത്, XP95 ആണ് അടിക്കുന്നത്. അതാണ് ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള പവർ അതാണ്. 95 ഇപ്പോൾ എല്ലാ പെട്രോൾ പമ്പിലും വന്നിട്ടുണ്ട്. അടുത്തെങ്ങാനും കളർ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ? ഞാൻ കളർ ചേഞ്ച് പ്ലാൻ ഉണ്ട് എനിക്ക്. ഞാൻ റാപ്പ് ചെയ്യണമെന്നുണ്ട്, പെയിന്റ് ചെയ്യണമെന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു റാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ബോഡി പെയിന്റിങ്ങിനൊരു പൈസ ആവും. അത്യാവശ്യം നല്ലൊരു സ്ഥലത്താണ് ചെയ്യുന്നെങ്കിൽ. ഞാനിപ്പോ 2 ഇതിൽ നിൽക്കുകയാണ്, തീരുമാനിച്ചില്ല. പെയിന്റിങ് ആണോ റാപ്പ് ആണോ? പെയിന്റിങ് ആണ് എനിക്ക് കംഫർട്ടബിള്. പിന്നെ പോലീസിനെ പേടിക്കുന്ന വിഷയമില്ല. എല്ലായിടത്തും നേരിട്ട് കൊണ്ടുപോയി. പോലീസ് പിടിച്ച് എംവിഡിയെല്ലാം പിടിച്ച് അതിന് ഒരു ചടങ്ങാവേണ്ട കാര്യമില്ല. ലീഗലായിട്ട് തന്നെ പോവാ. പിന്നെ RC കളർ മാറ്റി കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് പൈസ കൊടുത്ത സാധനം ചെയ്യണം. ഫുൾ ബോഡി പെയിന്റിങ് എങ്ങനെയല്ല ഒരു 20 days ഉണ്ടായാലും നമുക്കൊരു 1 month അടുപ്പിച്ചെടുക്കും, സുഖമായിട്ട് എടുക്കും. എല്ലാം ചെയ്തൊരു അത്രയും പെർഫെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ടൈം എടുക്കും. സ്വഭാവം അനുസരിച്ച് എനിക്ക് പറ്റൂല. എനിക്ക് പൈസ തന്ന സാധനമാണ്. കൂടി പോയാൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം. ആ വ്യക്തിയാണ് ഞാൻ. അല്ലെങ്കിൽ ഇനി വല്ല ട്രിപ്പ് പോകുന്ന സമയത്തോ എല്ലാം ഇത് കൊടുത്തിട്ട് പുറത്തോടെ പോകുമ്പോഴത്തേക്ക് ഇതാക്കും. എനിക്ക് ആ ഒരു ഇതുണ്ട് എനിക്ക്. ബൈക്സിനോടാണ് ക്രേസ് എന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ അതോ കാറിനോട് ഇപ്പൊ ഇഷ്ടം വെച്ച് തുടങ്ങിയോ? ഒരു പുതിയൊരു സംഭവം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലായിരിക്കുമല്ലോ. അതിലായിരിക്കുമല്ലോ. ഇപ്പൊ കുറച്ചധികം നാളായിട്ട് ഇപ്പൊ ബൈക്ക് എടുക്കാതെ ഇതിലാണ് ഇപ്പൊ ഫുൾ ടൈം ഇറക്കാം. ഓക്കെ. ഇപ്പൊ ബൈക്ക് പക്ഷെ അങ്ങനല്ല, ബൈക്കില് 300 പോണ ഫീലും കാറിൽ 100 പോണ ഫീലും എന്റെ ഡിഫറെന്റ്. എന്റെ രണ്ട് വൈബാണ്. ബൈക്കിലാകുമ്പോഴത്തേക്ക് മരിക്കും, ഒരു ചെറിയൊരു ഫോൾട്ട് വന്നാൽ മതി മരിക്കാൻ വേണ്ടി. അപ്പൊ അതൊരു ഭയങ്കര രസമാണ്, ഒരു ഫണ്ണാണ് ആക്ച്വലി. ട്രാക്കിലൊക്കെ പോകുമ്പോൾ ബുദ്ധിലൊക്കെ പോകുമ്പോൾ സുഖമായിട്ട് 300+ പോകാൻ പറ്റും. അപ്പൊ ആ ഒരു ചെറിയൊരു അശ്രദ്ധ പോലും എന്തുകൊണ്ടും പറ്റും. ബൈക്കിലാകുമ്പോൾ 300+ പോയാൽ ഉറപ്പായിട്ടും ഡെഡായിരിക്കും, മരിക്കും. അപ്പൊ ആ ഒരു ഫണ്ണും കാറിൽ പോകുന്ന സേഫ് ഫീലിംഗ് ആയിരിക്കും. പിന്നെ ആ ബൈക്കിന്റെ അത്രയും ഒരു ഫീൽ കിട്ടത്തില്ല. അത്ര അഡ്രിനാലിൻ കിട്ടത്തില്ല. ബൈക്ക് ഓൾവേസ് അഡ്രിനാലിനാണ്. ആ ഒരു എനിക്കെപ്പോഴും കംഫർട്ടബിൾ ബൈക്കാണ്. ആ വിൻഡൊക്കെ ഫീൽ ചെയ്യണം. വിൻഡ് ഫീൽ ചെയ്ത് അത്യാവശ്യം ഒരു വേർത്തൊക്കെ ഭയങ്കര രസമാണ് ആക്ച്വലി. എങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ? ഓഫ് കോഴ്സ്. ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലും പൊക്കോണ്ട് എനിക്ക് ഒരിടത്ത് തന്നെ എപ്പോഴും നിൽക്കാൻ പറ്റില്ല. എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പൊക്കോണ്ടിരിക്കണം എന്നൊരു ഇതുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോകണം. അപ്പൊ ഇത്രയും നാളും അപ്പൊ ചെറുപ്പം തൊട്ട് ഈ കാറിനോടുള്ള ക്രേസ് ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. എന്റെ അപ്പൂപ്പ ഭയങ്കര കാർ enthusiast. അപ്പൊ പണ്ടോട്ടെ നല്ല കാറുകളൊക്കെ എടുത്തെടുത്ത് പണ്ടോട്ടെ ഇങ്ങനെ ഓരോ സ്മാർട്ട് ഡ്രൈവ് അങ്ങനെ കുറെ ഫ്ലൈ വീൽ അങ്ങനെ കുറെ പരിപാടി ഉണ്ടല്ലോ. എല്ലാം പണ്ടോട്ടെ ടി വിയിൽ നിന്ന് കണ്ട് എനിക്ക് കാറിനോടായിരുന്നു ക്രേസ്. ബൈക്ക് വന്നതെന്ന് വെച്ചാല് എന്റെ വീട്ടിൽ തന്നെ അങ്ങനെ കാർ ഓടിക്കാൻ സമ്മതിക്കത്തില്ല. അത് മെയിൻ കാര്യമാണ്, കാർ ഓടിക്കാൻ സമ്മതിക്കത്തില്ല. സാധാരണ തിരിച്ചാണ് വരുന്നത്. കാർ ഓടിക്കാൻ സമ്മതിക്കത്തില്ല, ബൈക്ക് ഓടിക്കാൻ സമ്മതിക്കത്തില്ല. എന്നുവെച്ചാൽ എന്റെ ഒരു ബ്രദറിന് ബാക്ക് ഇൻ 2015 ഡേറ്റോൺ ഉണ്ടായിരുന്നു, പക്ഷെ എടുത്ത് വിത്തിൻ 1 month പുള്ളിക്കാരൻ ക്രാഷ് ആയതില്. അത്യാവശ്യം നല്ലൊരു ക്രാഷ് ആയിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറാണ്. എനിക്ക് എല്ലാവർക്കും പൊതുവെ പേടിയാണ്. ഒരു ഹൈനസ് ഉണ്ടായിരുന്നു വീട്ടില്. ഹൈനസ് എടുത്തു. അത്യാവശ്യം ഞാൻ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടി പതുക്കെ അമ്മമ്മയുടെ ഒക്കെ കാലം, എനിക്ക് എപ്പോഴും വീട്ടിൽ സപ്പോർട്ട് അമ്മമ്മയുടെ കാലൊക്കെ പിടിച്ച് പതുക്കെ ജിമ്മില് ബൈക്കിൽ പോകുന്ന രീതിക്ക് സെറ്റ് ചെയ്തു. ഹൈനസിൽ പതുക്കെ ജിമ്മിലൊക്കെ പോയി. ഒരു ദിവസം പോയി. ഞാൻ ഫസ്റ്റ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ജിമ്മിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ എപ്പോഴും പാട്ട് കേട്ടേ വണ്ടി ഓടിക്കോളൂ. നീ പാട്ട് കേട്ട് ഓടിക്കണം, ഞാനത് സംസാരിച്ചോണ്ട് ഓടിക്കണം. ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് മസ്റ്റ് പാട്ട് വേണം. ഇയർഫോൺസ് എപ്പോഴും ചെവി കാണും. അപ്പോൾ പാട്ട് കേട്ട് ഓടിക്കണം ശീലം പണ്ടോട്ടേ ആയിപ്പോയി. അപ്പോൾ പാട്ട് കേട്ട് ഇങ്ങനെ വരുമായിരുന്നു.
രാവിലെ ആയിരുന്നു, ഒരു 6 AM ടൈം ആയിരുന്നു. റൗണ്ട് ബോട്ടിൽ വെച്ച് ഓപ്പോസിറ്റ് ബൈക്കാരൻ കയറിയൊന്ന് ഇടിച്ചു, വീണു. ചെറിയൊരു വീഴ്ചയായിരുന്നു, കാലിൽ ചെറിയൊരു മുറിവ് അങ്ങനെയൊക്കെ രീതിക്കേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വലിയ സീനില്ലായിരുന്നു. ശേഷം പിന്നെ വീട്ടിൽ നിന്ന് സീനായി, ഫസ്റ്റ് ആക്ഷൻ വീട്ടിൽ നിന്ന് സീനായി. ഇങ്ങനെ പ്രീവിയസ് ഹിസ്റ്ററിയും കൂടെ ഉള്ളതുകൊണ്ട് പാനിക് ആവുമല്ലോ, അപ്പൊ ഒരു പേടിയുണ്ട്. അതോടെ പിന്നെ പതുക്കെ ബൈക്ക് നിന്ന്. പക്ഷെ എന്റെ മാമ ഭയങ്കര സപ്പോർട്ടാ. മാമ ഭയങ്കര ബൈക്ക് അത്യാവശ്യം നല്ല നോളജ്, അത്യാവശ്യം ബൈക്ക് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോ മാമൻ സപ്പോർട്ടായിരുന്നു. ഇതൊന്നുമല്ല, ഇവ വീണേ പഠിക്കുള്ളൂ, നീ വീണേ കിടക്കത്തേ ഉള്ളൂ, അങ്ങനത്തെ സ്കീമായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ബൈക്ക് എടുത്തു തുടങ്ങി. ഞാൻ 390 എടുത്തു. 390 എടുത്തു. എനിക്ക് അത്യാവശ്യം സൈസും പൊക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് 390 അത്ര വലിയ സൂട്ടബിൾ അല്ലായിരുന്നു. അപ്പോൾ സംഭവിച്ചാൽ എനിക്ക് 390 എടുത്ത് ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ട് തിരിച്ചെന്നതിലേക്ക് ഒരു ഫ്രണ്ട് ഒരാളെടുത്ത് ഫോട്ടോ ഗ്രൂപ്പ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര വലുത്, ഞാൻ സ്റ്റൂളിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പൊക്കമുള്ള ഒരാളെ സ്റ്റൂളിൽ ചെയ്ത് എങ്ങനെ എനിക്ക് ആ അവസ്ഥയിൽ ഞാൻ 390. അപ്പോഴത്തേക്ക് ഞാൻ വിഷമമായി. ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു ബൈക്ക് മാറ്റുന്ന രീതിക്കൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ 390 കൊടുത്തു. 390 എടുത്ത് 1 month കൊടുത്തു. 300 ആ റേഞ്ച് എന്തോ ഓടിയുള്ളൂ. ഫസ്റ്റ് സർവീസ് പോലും ആയില്ല. വണ്ടി കൊടുത്തു. എന്നിട്ട് GT 650 എടുക്കാന്നുള്ള രീതിയിലായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേ എന്റെ ഫ്രണ്ട് സിയേറ്റർ എടുത്തു, സൂപ്പർ ബൈക്ക്. അന്നേരം സൂപ്പർ ബൈക്ക് എടുത്തായിരുന്നു എന്റെ ക്ലോസ് ഫ്രണ്ട് രാഹുൽ എന്ന് പറഞ്ഞു. തക്കാളി സൂപ്പർ ബൈക്ക് എടുത്തു, സിയേറ്റർ എടുത്തു. അപ്പൊ കൊള്ളാം, ഭയങ്കര രസമുണ്ട്, ഭയങ്കര ശബ്ദം ഈ സൗണ്ട് ഭയങ്കര. ഓക്കെ സീറ്റ് കൊള്ളാം, ഫോൺ എടുക്കാം. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ GT എടുക്കാൻ പോകുന്ന എടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാര്യം ഷെയർ ചെയ്യും. വേണ്ട, ആ ഒരു പൈസ കുറച്ചുകൂടി ഇട്ടെങ്കിൽ നിനക്ക് നല്ലൊരു 6.5 5.5 to 6.5 അകത്ത് വെച്ച് നല്ലൊരു സീറ്റർ കിട്ടും, എടുക്കാന്ന് പറഞ്ഞു. അവന്റെ ഫ്രണ്ട് തന്നെ വണ്ടി നമുക്ക് നോക്കി അതെടുത്തു. GT 650 എടുക്കാൻ പോയതാണ്. പിന്നെ അവിടെ നിന്ന് പതുക്കെ വീട്ടുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് അതിലോട്ടാക്കി. അതെടുത്തു, കുറച്ചാൾ യൂസ് ചെയ്ത്. പിന്നെ ഓരോരോ റൈഡ് ഗ്രൂപ്പുകളിലൊക്കെ പരിചയപ്പെട്ടു, ഓരോരോ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു, റൈഡോഗ്രാം മുന്നേടെ അങ്ങനെ കുറച്ച് പേരൊക്കെ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ടൈം 10R കാണുന്നുണ്ട്, ടൈം നേരിട്ടാണെന്ന് നോക്കിയപ്പോൾ 10R വന്നു. പുതിയ 10R ആയിരുന്നു. എനിക്ക് ഇങ്ങനെ അതിനെ കണ്ണെടുത്തില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു 10R. അപ്പോ അന്നൊരു കിറ്റുള്ള ഒരു വണ്ടി എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്റെ മൈൻഡിൽ ഇല്ല. അങ്ങനെ 10R ഒന്ന് നിർത്തിയപ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ചോദിച്ചു ഒരു കിറ്റുള്ള വണ്ടി വേണം, ഇനി എന്തുകൊണ്ടാണ് വീട്ടിൽ എടുക്കാൻ പറ്റൂല. ഞാൻ ഇങ്ങനെ കിറ്റുള്ള വണ്ടിയാണ്, എന്തെങ്കിലും എടുക്കണം. പിന്നെ ഓരോ ചെറിയ റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പവറുള്ള വണ്ടി വേണം. അത് കുറച്ച് കയ്യിലായപ്പോഴത്തേക്ക് ഞാൻ ഒരു വണ്ടി എടുത്താൽ അത് ഞാൻ വീട്ടിൽ വെച്ച് അടച്ചു പൊട്ടിക്കുന്നതല്ല. ഏത് വണ്ടി ആയാലും ഞാൻ എടുത്തോണ്ട് ഡെയിലി എടുത്തോണ്ട് എനിക്ക് മിനിമം ഒരു എങ്ങനെ ഒരു 60 kilometers മിനിമം ഞാൻ ഓടും. അല്ല, അമ്മയുടെ വീട് 30 kilometers അപ്പുറം. ഞാൻ മിക്കപ്പോഴും അമ്മയുടെ വീട്ടിലായിരിക്കും. അപ്പൊ ഞാൻ അപ്പനോട് എങ്ങനെ പോയാലും 60 ഓടുന്നത്, മിനിമം 60 ഞാൻ ഓടും എങ്ങനെയായാലും ഡെയിലി. അപ്പൊ അങ്ങനെ പതുക്കെ 10R സ്കീമിലോട്ട് എത്തി. ഇത് കൊടുക്കാം, സീറ്റർ കൊടുക്കാം, പതുക്കെ കൺവിൻസ് എല്ലാം ചെയ്ത് അതിലുള്ള സ്കീമിലെത്തി. അങ്ങനെ സീറ്റർ കൊടുത്തു. 10R ഞാനിപ്പോ C40 ഇതിലുള്ള ആശാന്റെ 10R ഉണ്ടായിരുന്നു, 2018 എഡിഷൻ 10R ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഞാൻ ഒരിക്കൽ മറ്റേ ലാഭം ഉണ്ടാക്കാനല്ല എടുത്തോണ്ട്. നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണല്ലോ, നടക്കുന്ന സമയത്ത് അതൊക്കെ നടക്കുള്ളൂ. നടക്കുന്ന സമയത്താണ് ചെയ്തില്ലെങ്കിൽ മേ ബി ഫ്യൂച്ചർ നടക്കണമെന്നില്ല. പറ്റുന്ന സമയം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. താങ്ക് യു ബ്രോ, എൻ്റെ സൈഡിൽ നിന്നും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്നും താങ്ക് യു. വണ്ടി കണ്ടോന്ന് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിനെ. അപ്പം ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ബൈക്ക് റിലേറ്റഡും കാർ റിലേറ്റഡും ഇടുന്നത് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ബ്രോയെ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് ഓൾവേസ് എപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും